ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ എന്താ പറയുക ചാനലിൽ നമ്മൾ ഒരുപാട് പോസിറ്റിവിറ്റിയെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അല്ലേ. അതിനെപ്പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഹെൽത്ത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകമായിട്ടുള്ള ആഹാരം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ടും സ്വാദോട് കൂടിയിട്ടും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള ഒരു മെനു ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിക്കുന്നത് അത്ര നന്നല്ല എന്നറിയാം, എന്നാലും ഞാനൊരു അര ഗ്ലാസ് കുടിക്കാറുണ്ട് കേട്ടോ രാവിലെ. ഇനി നമുക്ക് രാവിലത്തെ ഭക്ഷണം നോക്കാമല്ലേ. അപ്പോൾ നമ്മൾ മുരിങ്ങ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇളമ്പ മുരിങ്ങ നോക്കി പറിച്ചിട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങ ഒരുപാട് വേണ്ട കേട്ടോ, നമ്മൾ മാവ് എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള മുരിങ്ങ മതി. അപ്പോൾ ഇളമ്പ മുരിങ്ങയാണ് ഇതിന് നന്നായിരിക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുരിങ്ങ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെയൊക്കെ ഊരിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ദോശമാവില്ലേ അത് നല്ലപോലെ തന്നെ കലക്കിയെടുക്കുക. നമ്മൾ സാധാരണ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ നല്ലപോലെ കലക്കി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരുപാട് പരത്തി എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ മാവിലേക്ക് നമ്മുടെ മുരിങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാവ് എത്ര എടുക്കുന്നു അതിനനുസരിച്ചിട്ട് മതി കേട്ടോ നമ്മുടെ മുരിങ്ങ. അപ്പോൾ ഇളമ്പ് മുരിങ്ങ എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക. എന്നിട്ട് ഇതുപോലെ തന്നെ മാവിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മുരിങ്ങ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയൊക്കെയാണല്ലോ ചില കുട്ടികൾ കഴിക്കാത്തത്, അപ്പോൾ അവർക്ക് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ദോശക്കല്ല് സാധാരണ എണ്ണ തേക്കുമ്പോൾ തേച്ചിട്ട് ഒന്ന് ഊത്തപ്പം പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് പരത്തിയെടുക്കാൻ പറ്റില്ല നമ്മൾ ഈ മുരിങ്ങയൊക്കെ ചേർത്ത കാരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ, മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ തേച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ നല്ലെണ്ണ പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നില്ല, വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ആട്ടി എവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കുക. അതുകൊണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. പിന്നെ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഒരു കൊത്ത് കൊടുക്കുന്ന എന്തിനാണ് പറഞ്ഞാൽ ഉള്ളിൽ കൂടെ നമ്മുടെ മാവൊക്കെ നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങ ഊത്തപ്പവും അതുപോലെ തന്നെ നിറയെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിലർ ചോദിക്കും മുരിങ്ങ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കശപ്പ് ഉണ്ടാവില്ലെന്ന്. കശപ്പ് ചെറുതായിട്ട് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അത് ചില മുരിങ്ങ കശപ്പുള്ള മുരിങ്ങ ഉണ്ടാവും. ഈ കശപ്പുള്ള മുരിങ്ങയാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് കേട്ടോ. ചെറിയൊരു കശപ്പാണെങ്കിലും അത് കുഴപ്പമില്ല, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇടനേരം കഴിക്കാൻ വേണ്ടി വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ നമ്മുടെ വെള്ളരിക്ക. ഇതുപോലെ വെള്ളരിക്ക വാങ്ങിയിട്ട് വന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഒന്നാമത്തത് ഇപ്പോൾ വേനൽക്കാലമൊക്കെ വരാൻ പോകുമല്ലോ, അപ്പോൾ വെള്ളം പറയുമ്പോൾ അത് നമ്മുടെ ഈ കുക്കുംബറിലൊക്കെ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇടനേരത്ത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും, അധികം പൈസയൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഒരു സാലഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഉച്ചക്കലേക്ക് ഉണ്ടാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൽ കുറച്ച് ടിപ്സ് കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വാഴക്കൂമ്പ് അതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ ആ നാരും ആ വെള്ള പോളയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അത് രണ്ടും മാറ്റിയില്ലെങ്കിൽ കശപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് നേരാക്കാൻ കുറച്ച് പ്രശ്നമാണെങ്കിലും പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളയാകുന്നത് വരെ ഇതിൻ്റെ തോല് മാറ്റിയെടുക്കുക. ഇതുപോലെ വെള്ളയായി കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കനമുള്ള ഒരു തോടുണ്ട് കേട്ടോ സെൻട്രലായിട്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി വെച്ച് വരുന്ന സമയത്ത് ഉപ്പേരിക്കൊരു കശപ്പുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ക്ലീൻ ചെയ്ത്
മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് ചെറുതായി തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് നേരം പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വെച്ച് അധികം എന്താ പറയുക കറുപ്പടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ ഉണ്ടാക്കാൻ പോകണം, അതുകൊണ്ട് പിന്നെ വേഗം തന്നെ മുറിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, അതുപോലെ കടുക് ചേർത്ത് കൊടുത്തു, പിന്നെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. പച്ചമുളകിൻ്റെ എരിവൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അധികം മസാലയൊന്നും ഇല്ലാണ്ടാണ് നമ്മുടെ ഇന്നത്തെ വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലപോലെ തന്നെ വെന്ത് വരും. വെന്ത് വരുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് എന്താ പറയുക ചേർക്കാൻ പോണത് പറഞ്ഞാൽ കോഴിമുട്ടയാണ് കേട്ടോ. അപ്പം നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കൂടെ കോഴിമുട്ട കൂടെ ചേർക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ കോഴിമുട്ടയൊക്കെ നമ്മുടെ അളവിന് ചേർത്ത് കൊടുക്കുക, നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കോഴിമുട്ട ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കോഴിമുട്ടയ്ക്ക് പകരം പയറ് വർഗ്ഗങ്ങളൊക്കെ ചേർക്കാം, പക്ഷേ അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മുട്ട ചേർത്ത് ചെയ്യുന്ന സമയത്ത് കേട്ടോ. മുട്ടയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റായി തന്നെ റെഡിയായിട്ട് വരും. പിന്നെ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടിയൊക്കെ ചേർത്താൽ വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ കുറച്ച് ചേർക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് തേങ്ങ നിർബന്ധമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക കുട്ടികൾക്ക് തേങ്ങ ചേർക്കുമ്പോഴാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ വളരെ കുറച്ച് മാത്രം തേങ്ങ കേട്ടോ അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ച് കഴിക്കാൻ നമ്മൾ രാവിലെ സാമ്പാർ വെച്ചതുണ്ടല്ലോ അതുകൂടെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല സാമ്പാറും അതുപോലെ നമ്മുടെ മുട്ടത്തോരനും മുട്ടയും നമ്മുടെ വാഴക്കൂമ്പും വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ, ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കുക. അതിനുശേഷം നമ്മൾ വൈകുന്നേരത്തെ ഡിന്നർ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിന്നർ കഴിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കോളിഫ്ലവർ. കോളിഫ്ലവർ വെച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച് കൂട്ടിയിട്ട് ചോറിന് കഴിക്കുന്ന കറിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് കഴിക്കുന്ന കറിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, അപ്പോൾ പലഹാരത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കാദ്യം കോളിഫ്ലവറിന് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വയ്യായിയൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക ശരീരത്തിനല്ല നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. അതായത് ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നല്ലപോലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും നല്ലപോലെ വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് വലുതായ സമയത്തും അസുഖങ്ങളൊന്നും വിട്ടുമാറാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നും നമ്മുടെ ശരീരത്തിൽ ഈ വെജിറ്റബിൾസ് വെള്ളം ഇതിൻ്റെ അളവൊന്നും ഒരിക്കലും കുറയരുത് കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഹെൽത്തി ആയിട്ടൊന്നും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ വിചാരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്നിടത്തോളം ഹെൽത്തി ആയിട്ട് നമ്മൾ ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ വയറിനും അതുപോലെ ശരീരത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് നല്ലപോലെ വെജിറ്റബിൾസ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വലുതാകുമ്പോൾ അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഈ വയ്യായ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ അടുത്ത് കിട്ടുന്ന ഭക്ഷണങ്ങളും അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ നല്ല നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു കൂടും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയില്ല മൺചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഉള്ളി ചേർത്ത് കൊടുത്തു, വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ 2 തക്കാളി കൂടെ അരച്ചൊഴിച്ച് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് എന്താ പറയുക നമ്മുടെ ചുടുവെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടുള്ള നമ്മുടെ കോളിഫ്ലവറില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ കഴിക്കുന്നതിനെക്കാട്ടും സോയ കൂടെ ചേർത്ത് കുറച്ചുകൂടെ നന്നായിരിക്കും.
നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ടേസ്റ്റ് കുറച്ച് കമ്മിയാണെങ്കിലും ചേർക്കുമ്പോൾ അത് കുട്ടികൾ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ചെയ്യുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോയ കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വെന്ത് കുറുകി വരട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ അതുപോലെ സോയ ഇതൊക്കെ ഒരു എരിവില്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയുടെ അളവൊക്കെ കുറച്ച് കുരുമുളകിൻ്റെ എരിവൊക്കെ കുറച്ച് കൂട്ടി ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൊടിയുള്ള കറിയാകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് പറയുമ്പോൾ ഒരുപാട് എരിവ് പറ്റില്ല, എന്നാലും കുറച്ച് എരിവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു. പിന്നെ കസ്തൂരി മേത്തി കയ്യിലുള്ള കാരണം കുറച്ച് ചേർത്താണ് കേട്ടോ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇരിക്കുമ്പോൾ നല്ലപോലെ കുറുകി വരും കേട്ടോ. ഞാൻ പിന്നെ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്ന സമയം നമ്മൾ ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഉപ്പും പുളിപ്പും എല്ലാം ബാലൻസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ കോളിഫ്ലവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതൊരു 2 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കുന്നത്, അതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ വാങ്ങുന്നത് കാരണം കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ അരിച്ചെടുക്കണം കേട്ടോ. അതിൽ വല്ല പൊടിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ റാഗി പൊടിയാണ് കേട്ടോ. നമ്മുടെ കോറയില്ലേ, അതാണ് കേട്ടോ ചേർക്കുന്നത്. റാഗി നമുക്ക് അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ചപ്പാത്തി ആയിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് തനിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ പോരാത്തതിന് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടി കൂടെ ചേർത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് നമ്മുടെ റാഗിപ്പൊടി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച്, സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ, ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും, എന്താ പറയുക നമ്മുടെ റാഗിയുടെ ആ ഒരു തരിതരിപ്പാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുക. നമ്മൾ ഇതുപോലെ വെറും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം അതിലേക്ക് കുറച്ച് നമ്മുടെ റാഗിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കണേ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കാൻ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് ഊറി വരും നമ്മുടെ മാവ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ഉണ്ടാക്കുമ്പോൾ നന്നായിരിക്കും, കഴിക്കാനും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉരുള പിടിച്ചതിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് തന്നെ പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് അമർത്തി പരത്തരുത് കേട്ടോ. ഒരുപാട് അമർത്തി പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പരത്തുന്ന പലകയിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒന്ന് മിതമായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് നൈസാക്കി പരത്താതിരിക്കുകയാണ് നല്ലത് കേട്ടോ. ലേശം ഒരു കട്ടി ഇരുന്നോട്ടെ. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ 2 വശവും പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ തന്നെ എണ്ണയോ നെയ്യോ എന്തെങ്കിലും കല്ലിൽ വേണമെങ്കിൽ തേച്ചാൽ മതി, കുഴപ്പമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം കുറച്ച് ഫുള്ള് കൂട്ടിയിട്ടാണല്ലോ വെക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റാഗിപ്പൊടി ആകെ കരിഞ്ഞ മട്ടിലായി പോകും കേട്ടോ. അതുകൊണ്ട് തീൻ്റെ ഫ്ലെയിം നമ്മുടെ റാഗി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇതുപോലെ കളർ മാറി വരും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ 2 സൈഡും നെയ്യൊക്കെ ചേർത്തിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ കളർ വ്യത്യാസമൊക്കെ വരും. നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ റാഗി കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അപ്പോൾ അതും നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ തനിച്ച് ഗോതമ്പ് ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ തീയിൻ്റെ അളവ് മാത്രം ഒന്ന് കൂട്ടിയെടുക്കുക. അത് നമ്മുടെ കോളിഫ്ലവർ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മുടെ റാഗി ചപ്പാത്തിയും കോളിഫ്ലവറും കൂടെ. അപ്പോൾ ഇന്നത്തെ ഫുള്ളായിട്ടുള്ള മെനു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.